Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic discounting models in Module 4 of Supply Chain and Logistics Management in S7 Mechanical Engineering. Discounting models. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്കൗണ്ടിങ് മോഡൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഡിസ്കൗണ്ടിങ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ബൾക്കായിട്ടായിരിക്കും നമ്മളൊരു കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻവെൻട്രി ഓർഡർ ചെയ്യുന്നത്. സോ ആ ഒരു ബൾക്കായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ആ ഒരു പ്രൈസിൽ നിന്നും ചെറിയൊരു ഡിസ്കൗണ്ട് തരാറുണ്ട്. സോ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കാറുണ്ട്. ബേസിക്കലി ലോട്ട് സൈസ്ഡ് ഡിസ്കൗണ്ട്, വോളിയം ബേസ്ഡ് ഡിസ്കൗണ്ട്. ലോട്ട് സൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോട്ട് സൈസ്ഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയും. അതേസമയം വോളിയം ബേസ്ഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൺ ടൈം പീരീഡിൽ നമ്മൾ ഇത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. സപ്പോസ് 2 മാസത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ 50,000 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആ ഒരു സമയത്ത് കിട്ടുന്ന ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ വോളിയം ബേസ്ഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. ലോട്ട് സൈസ്ഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്ര യൂണിറ്റ് ആ ഒരു ഒറ്റ ഓർഡറിൽ നമ്മൾ എത്ര യൂണിറ്റ് എടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക്. സോ ഈ ലോട്ട് സൈസ്ഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഈ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അവർ ഡിസ്കൗണ്ട് തരുന്നു എന്നുള്ളതാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഒരു 5000 യൂണിറ്റ് എടുക്കുന്നു. 5000 യൂണിറ്റിന് മൊത്തത്തിൽ ഓരോ യൂണിറ്റ് പ്രൈസ്, ഇപ്പോൾ സപ്പോസ് അവർ സാധാരണ വിൽക്കുന്നത് ഒരു 3 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമ്മൾ 5000 യൂണിറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ പറയും 2.5 യൂണിറ്റിന് 2.5 രൂപയ്ക്ക് എല്ലാ ഐറ്റമും തരാമെന്ന് പറയും. അതിനെയാണ് നമ്മൾ ഓൾ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം മാർജിനൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്. ഈ മാർജിനൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ കണക്ക് അവരുടെ യൂണിറ്റ് പ്രൈസ് വരുന്നത് 3 രൂപയാണ്. നമ്മൾ 2500 യൂണിറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയും 2.25 രൂപയ്ക്ക് തരാം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ 5000 യൂണിറ്റ് ആയിക്കഴിഞ്ഞാൽ 2.25 കഴിഞ്ഞിട്ടുള്ള 2.25 ഈ പറഞ്ഞ 2500 യൂണിറ്റിന് വരെ 2.25 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള 2500 യൂണിറ്റിന് അവർ 2.5 രൂപ വെച്ച് തരാമെന്ന് പറയും. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മാർജിനൽ യൂണിറ്റ് ഡിസ്കൗണ്ട് പറയുന്നത്. ഓക്കെ, സോ ഡിസ്കൗണ്ട് മോഡലിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ യൂണിറ്റ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. എല്ലാ യൂണിറ്റിനും ഡിസ്കൗണ്ട് കിട്ടുന്ന ആദ്യം പറഞ്ഞ ടൈപ്പ്. സോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ ഐറ്റത്തിനും ഡിസ്കൗണ്ട് കിട്ടുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ ഇപ്പം അതിൻ്റെ സർട്ടൺ സ്റ്റെപ്സ് ഉണ്ട്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതിന് അത് ഞാനൊരു പ്രോബ്ലത്തിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് Q1 എന്നുള്ളൊരു ക്വാണ്ടിറ്റി വരെയാണെന്നുണ്ടെങ്കിൽ C0 എന്നുള്ളൊരു പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. Q2 എന്നുള്ളൊരു യൂണിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് C1 എന്നുള്ളൊരു പ്രൈസ്, അതായത് വിത്ത് റെസ്പെക്റ്റ് ടു യൂണിറ്റ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് അതിൻ്റെ യൂണിറ്റിൻ്റെ പ്രൈസ്, ഓരോ യൂണിറ്റിൻ്റെ പ്രൈസും നമുക്ക് കുറഞ്ഞ് വരുന്നുണ്ട്. അതായത് എല്ലാ യൂണിറ്റിനും ഒരേ പ്രൈസ് തന്നെയായിരിക്കും വരുന്നത്. ആ ഒരു രീതിയിൽ ഉള്ളതിനെയാണ് നമ്മൾ ഓൾ യൂണിറ്റ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അത് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ആ പ്രോബ്ലം വരുമ്പോഴത്തേക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അത് 2-3 കേസസ് ഉണ്ടാവും. അപ്പോൾ ആ 2-3 കേസിൻ്റെയും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏത് കേസാണ് ഏറ്റവും ആപ്റ്റ് എന്നുള്ളത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 കേസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 3 കേസിൻ്റെയും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഏതാണ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് വരുന്നത്, ആ 2 ഇതിൻ്റെ മാത്രം നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത വരുന്നത്. അതിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. TCI എന്ന് പറയുന്ന ആ ഒരു ഫോർമുല, ടോട്ടൽ കോസ്റ്റ് ഇസിക്കൽ CI ഇൻറ്റു D പ്ലസ് D ബൈ ഇൻറ്റു QI സ്റ്റാർ ഇൻറ്റു CO പ്ലസ് QI സ്റ്റാർ ബൈ 2 ദ ഹോൾ ഇൻറ്റു I ഇൻറ്റു CI എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ടോട്ടൽ കോസ്റ്റ് ഏതിനാണ് വരുന്നത്
ആ ഒരു പർട്ടിക്കുലർ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic discounting models in Module 4 of Supply Chain and Logistics Management in S7 Mechanical Engineering. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അവര് 3 ടൈപ്പ് ഓഫ് ഓർഡർ ക്വാണ്ടിറ്റി വെച്ചിട്ട് അതിനുള്ള യൂണിറ്റ് പ്രൈസ് എത്രയിൽ ഡെലിവറി ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് Q1 എന്ന് പറയുന്നത് ഓക്കെ Q1 എന്ന് പറയുന്നത് 0 to 4,999 വരെ ആണെന്നുണ്ടെങ്കിൽ അവരെത്ര റേഞ്ച് തരുന്നത് ₹3 വെച്ച് ഒരു യൂണിറ്റ് തരും. ഓക്കെ, Q2 എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്നത് 5,000 മുതൽ 9,999 വരെ ആണെന്നുണ്ടെങ്കിൽ അവർ തരുന്നത് ₹2.96 വെച്ച് തരും. ഓക്കെ, ഇനി Q3 എന്ന് പറയുന്നത് 10,000 മുകളിലേക്കാണെങ്കിൽ ₹2.92 വെച്ച് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഡേറ്റ. ആ കമ്പനിക്ക് ആവശ്യമുള്ള ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? അത് പറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് ഫോർ വിറ്റമിൻസ് ഈസ് 10,000 ബോട്ടിൽസ് പെർ മന്ത് അല്ലേ?
10,000 bottles per month ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് 10,000 bottles per month. ഒരു മാസത്തിലേക്ക് 10,000 bottles വേണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര ബോട്ടിൽസ് വേണ്ടി വരും? ആർക്കെങ്കിലും പറയാമോ? ഒരു മാസത്തേക്ക് 10,000 വെച്ച് വേണം. ഒരു വർഷത്തേക്ക് അപ്പൊ എത്ര വേണം? ഒരു വർഷത്തിൽ 12 മാസമല്ലേ ഉള്ളത്. അങ്ങനെ 12 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ വരേണ്ടത്? ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 10,000 into 12 എന്ന് വരും. ഓക്കെ, that is 1,20,000 per year. Clear അല്ലേ? 1,20,000 per year. ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ഓർഡറിംഗ് കോസ്റ്റ് CO എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റ് CO എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 100 per load എന്നാണ് പറഞ്ഞേക്കുന്നത്. rupees 100 per load എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണ്? 20% എന്നാണ് പറഞ്ഞേക്കുന്നത്. that is I ആണ് പറഞ്ഞേക്കുന്നത്. 20% that is equal to 0.2. ഓക്കെ, സോ ഈ തന്നേക്കുന്നതൊക്കെ ഇത് Q1 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇതിനെ നമ്മൾ എടുക്കുന്നത് C1 ആണ്, ഇത് C2, ഇത് C3 എന്നുള്ള ടേംസിലാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ആ തിയറി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു C1, C2, C3 എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിലെ ഏത് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ് വരുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഡിറ്റർമിൻ ഒപ്റ്റിമൽ ലോഡ് സൈസ്. ഏതാണ് ഒപ്റ്റിമൽ ലോഡ് സൈസ് എന്നുള്ളതാണ് അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒപ്റ്റിമൽ ലോഡ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്. ഒപ്റ്റിമൽ ലോഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമം ആയിട്ടുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഒപ്റ്റിമം ആയിട്ടുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഈ തിയറി ക്ലാസ് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ ഫോർമുല എന്താ വരുന്നതെന്നുള്ളത്. എന്തായിരുന്നു ഫോർമുല? ഓക്കെ, സോ ഇവിടെ ക്യാപിറ്റൽ Q1, ഈ പറഞ്ഞ ക്യാപിറ്റൽ Q1 എന്നുള്ളതാണ് ഫസ്റ്റ് കേസിലെ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത്. Q1 ന്റെ ഫോർമുല നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു. Q into capital D into CO by I into C1 എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഫോർമുല വരുന്നത്. ഇതില് ഈ പറഞ്ഞ വാല്യൂസ് നമുക്കറിയാം. നമ്മൾ നേരത്തെ എഴുതിയ വാല്യൂസ് ആണ്. CO എഴുതി, I എഴുതി, C1 എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതി. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? റൂട്ട് ഓഫ് Q into capital D into capital D എത്രയാണ് വാല്യൂ വരുന്നത്? ക്യാപിറ്റൽ D ന്റെ വാല്യൂ എത്രയാണ്? കൈലാസ ക്യാപിറ്റൽ D ന്റെ വാല്യൂ എത്രയാണ്? 1,20,000. 1,20,000. ഓക്കെ, ഇൻറ്റു CO എന്ന് പറയുന്നത് എത്രയാണ്? ഓർഡറിംഗ് കോസ്റ്റ് ഇവിടെ വന്നേക്കുന്നത് 100 into 100 the whole divided by എന്താണ്? I into C1. ഇവിടെ ഫസ്റ്റ് കേസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസിലെ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി, അതായത് 3 രൂപ വെച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ I തന്നിട്ടുണ്ട് എത്രയാണ്? 0.2 into C1 എന്ന് പറഞ്ഞ ഫസ്റ്റ് കേസിൽ ഓർഡർ ചെയ്യുമ്പോൾ അവർ തരാമെന്ന് പറഞ്ഞ പൈസ എത്രയാണ്? എത്ര രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞേ? ഫസ്റ്റ് കേസിൽ അവർ എത്ര രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞേ? 3 രൂപ വെച്ചല്ലേ? 0 തൊട്ട് 5,000 യൂണിറ്റിന് താഴെ, അതായത് 4,000
ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ എത്ര രൂപയ്ക്ക് തരും? 3 രൂപയ്ക്ക് തരും. ഓക്കെ, സോ 3 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് സോൾവ് ചെയ്തതിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6324 എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ വാല്യൂ കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? സോൾവ് ചെയ്തപ്പോൾ 6324 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, സോ ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ 6324 ആണ്. നമുക്ക് പറഞ്ഞേക്കുന്നത് എത്രയാണ്? 5000 യൂണിറ്റിന് താഴെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് വെച്ച് തരാമെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? നമ്മൾ ഇതിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ എക്കണോമിക് ഒപ്റ്റിമൽ ലോട്ട് സൈസിന്റെ ഫോർമുലയിലെല്ലാം ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ വന്നേക്കുന്നത് 6324 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് എടുക്കേണ്ട കാര്യമുണ്ടോ? ഫസ്റ്റ് കേസ് നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, സോ അടുത്ത കേസായ നമുക്ക് എത്രയാണ്? രണ്ടാമത്തെ കേസിൽ പറഞ്ഞേക്കുന്നത്, രണ്ടാമത്തെ കേസിൽ 5000 തൊട്ട് 9999 വരെ ആണെന്നുണ്ടെങ്കിൽ തരാൻ പറഞ്ഞ പ്രൈസ് എത്രയാണ്? 2.96. ഓക്കെ, സോ 2.96ന്റെ വരെ ഉള്ള ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വീണ്ടും ഈ ഫോർമുല തന്നെയാണ്. 2 ഇൻറ്റു ക്യാപിറ്റൽ D ഇൻറ്റു CO ബൈ I ഇൻറ്റു C2 എന്ന് പറയുന്നത്. ഓക്കെ, I ഇൻറ്റു C2 എന്നുള്ള ഫോർമുല, അതിൽ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് 2 ഇൻറ്റു 1,20,000 ഇൻറ്റു CO എത്രയാണ്? 100 ബൈ I 0.2 ഇൻറ്റു C2 എത്രയാണ്? രണ്ടാമത്തെ കേസിൽ അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞ പൈസ എത്രയാണ്? 2.96. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും 6367 എന്നുള്ള വാല്യൂ. ഓക്കെ, സോ ഈ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5000ന്റെ 9999 ഇടയ്ക്കാണ്. അപ്പൊ ഇത് ഓർഡർ ചെയ്യണം. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ അവർ പറഞ്ഞേക്കുന്നത് എന്തുവാ? മൂന്നാമത്തെ കണ്ടീഷൻ അവർ പറഞ്ഞേക്കുന്നത് 10000ന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 10000ന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞേക്കുന്ന പ്രൈസ് എത്രയായിരുന്നു? 2.92. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ള കണ്ടുപിടിക്കണം അല്ലേ? Q2 എന്നുള്ളത്. ഓക്കെ, Q3 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് നോക്കണം. Q3 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? 2 ഇൻറ്റു D ഇൻറ്റു CO ബൈ I ഇൻറ്റു C3 എന്നുള്ള കാര്യം. C3 എത്രയാണ്? 2.92. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ക്യാപിറ്റൽ D 1,20,000 ഇൻറ്റു 100 ബൈ I എത്രയാണ്? 0.2 ഇൻറ്റു C3 2.92 എന്ന് പറയുന്നത്. അത് വരുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നത്? 6410 എന്നുള്ള കേസാണ് വരുന്നത്. വാല്യൂ നോക്കിയിരുന്നത് 6410 എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ കേസിൽ വന്നത് 6367 ആണ്. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി നോക്കിയപ്പോഴത്തേക്ക് 6410 വരുന്നത്. ഇവിടെ 6367. നമുക്ക് എത്ര വെച്ച് എടുത്താലേ അവര് ഡിസ്കൗണ്ട് ചെയ്ത് തരത്തുള്ളൂ? 10,000 വെച്ചെടുത്താൽ ഡിസ്കൗണ്ട് 10,000ന്റെ മുകളിലേക്കുള്ളതിനെ അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരത്തുള്ളൂ അല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ലേ? സോ നമുക്ക് ഈ Q3 നമുക്ക് എടുക്കാൻ പറ്റും.
എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ Q3 എന്ന് പറയുന്നത് എത്രയാണ്? Q3 എന്ന് പറയുന്നത് നമ്മൾ 10,000 തന്നെയാണ്, രണ്ടാമത്തെ അല്ല. നമുക്ക് നമ്മൾ നോക്കുന്നത് ടോട്ടൽ കോസ്റ്റ് കുറവ് വരുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഏത് ലോട്ട് എത്ര വെച്ച് ഓർഡർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. സോ ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓർഡർ ക്വാണ്ടിറ്റി അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ കണ്ടുപിടിച്ച് എന്തിനായിരുന്നു? കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എത്രയാണ്? ഞാൻ പറഞ്ഞായിരുന്നു ക്യാരിയിങ് കോസ്റ്റും ബാക്കിയുള്ള എല്ലാം കൂടുതൽ വരും നമ്മൾ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി അല്ല പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എക്സാക്ട് ആയിട്ടുള്ള ഓർഡർ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് നോക്കിയത്. അങ്ങനെ നോക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ കണ്ടീഷനില് 5000ന്റെ മുകളിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി അവർ പറഞ്ഞ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 5000ന്റെ മുകളിലേക്കാണ് പോകുന്നത് യൂണിറ്റ്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അതിനെ കട്ട് ചെയ്തു. രണ്ടാമത്തെ കേസ് നോക്കിയപ്പോൾ 6367 6367 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. 6367 എന്ന് പറയുന്നത് എന്താണ്? അതാണ് രണ്ടാമത്തെ കേസിൽ നമ്മൾ ഓർഡർ ചെയ്യാനുള്ള ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് അവർ തന്നേക്കുന്ന വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എത്രയാണ്? 6410 എന്നുള്ളതാണ് ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി വരുന്നത്. പക്ഷേ നമ്മൾ 10,000ന്റെ മുകളിലേക്ക് എടുത്താൽ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് ഈ പറഞ്ഞ 2.92 എന്നുള്ള പ്രൈസ് വെച്ച് നമുക്ക് തരത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് 10,000ന്റെ മുകളിൽ തന്നെ നമ്മൾ ഫോഴ്സ്ഡ് ആവുകയാണ് എടുക്കാനായിട്ട്. 10,000ന്റെ മുകളിൽ എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ രണ്ടാമത്തെ കേസിന്റെ ടോട്ടൽ കോസ്റ്റ് ഫോർ കേസ് 2 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ കേസിന്റെ ടോട്ടൽ കോസ്റ്റ് ഫോർ കേസ് 3 എന്നുള്ളത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ രണ്ട് ടോട്ടൽ കോസ്റ്റും കൂടെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഏതിനാണ് കുറഞ്ഞ ടോട്ടൽ കോസ്റ്റ് വരുന്നത്? സോ വിച്ച് വൺ ഈസ് ഹാവിംഗ് ദ ലെസർ amount, we will be opting for that value. ഓക്കെ, നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തേത് നമ്മൾ എടുക്കാൻ പോകുന്നില്ല. ആദ്യത്തെ കേസിൽ നമുക്ക് വന്നത് 63 എന്നുള്ള വാല്യൂ വന്ന് 5000ന്റെ താഴെയാണെങ്കിലേ ഉള്ളൂ ആ ഡിസ്കൗണ്ട് കിട്ടുന്നത്. സോ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് രണ്ടെണ്ണം കണ്ടുപിടിക്കും. ഇനി ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല എന്താ വരുന്നത്? ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല പറഞ്ഞേ ടോട്ടൽ കോസ്റ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡ് കേസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഫോർമുല വരുന്നത് D into C2 plus capital D by Q2 star the whole into CO plus Q2 star the whole divided by 2 into I into C2. നമ്മൾ നേരത്തെ ആ ഫോർമുല പറഞ്ഞപ്പോഴത്തേക്ക് ഇൻ ടേംസ് ഓഫ് ഐയിലും ജെയിലുമാണ് പറഞ്ഞത്. സോ ഇത് സെക്കൻഡ് കേസ് ആവുമ്പോഴത്തേക്കും ഓക്കെ, രണ്ടാമത്തെ കേസ് ആവുമ്പോഴത്തേക്കും നമ്മൾ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ ഡി എത്രയാണ്? 1,20,000 into C2 എന്ന് പറഞ്ഞത് എത്രയാണ്? C2 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 2.96 പ്ലസ് 2.96 പ്ലസ് അടുത്ത ടേം എന്താണ്? ക്യാപിറ്റൽ ഡി തന്നെയാണ്. ക്യാപിറ്റൽ ഡി എത്രയാണ്? 1,20,000 ഡിവൈഡഡ് ബൈ Q2 സ്റ്റാർ. ഇതിനെ നമ്മൾ Q2 സ്റ്റാർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഒപ്റ്റിമൽ ലോഡ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, സോ അതിനെ നമ്മളിവിടെ എന്താണ് രണ്ടാമത്തെ കേസ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ Q ഇതാണ് ഒപ്റ്റിമൽ ലോഡ് എന്നുള്ള കിട്ടിയത്. സോ ആ വാല്യൂവിനെയാണ് നമ്മളിവിടെ എടുക്കാനായിട്ട് Q2 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കേസിൽ കിട്ടിയ ഈ വാല്യൂ അതിനെ സ്റ്റാർ കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഒപ്റ്റിമൽ വാല്യൂ. രണ്ടാമത്തെ കേസിൽ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 6367 ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിലെ ഒപ്റ്റിമൽ വാല്യൂ 6367 ആണ്, അല്ലാതെ 4999 9999 അല്ല. കാര്യം അവിടുത്തെ ലോട്ട് ഇതിന്റെ ഇടയ്ക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് 6367 വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ Q2 സ്റ്റാർ വരുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലോഡ് സൈസ് എത്രയാണോ അതാണ് എടുക്കാനായിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് 6367. ഓക്കെ, 6367. ഓക്കെ, 6367 ഇൻറ്റു CO എത്രയാണ് 100 പ്ലസ് മൂന്നാമത്തെ ടേം വന്നത് എന്താണ് Q2 സ്റ്റാർ. Q2 സ്റ്റാർ ഞാൻ പറഞ്ഞായിരുന്നു എത്രയാണ് വരുന്നത് 6367 by 2 into I എത്രയായിരുന്നു 0.2 into 2.96. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടാമത്തെ കേസിലെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും എന്നുള്ളതാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 358,969 എന്നുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും രൂപ എന്നുള്ള രീതിയിൽ വരും. സിമിലർലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ മൂന്നാമത്തെ കേസ് എടുക്കണം. മൂന്നാമത്തെ കേസ് TC3, that is total cost for the case 3. നിങ്ങൾ 10,000ന്റെ മുകളിൽ വെച്ച് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2.92 എന്നുള്ളതിൽ അവർ തരാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ആ 2.9 10,000ന്റെ മുകളിലാണെങ്കിൽ 2.92 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ആ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയാവും ടോട്ടൽ കോസ്റ്റ് എത്രയാവും എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സെയിം ഫോർമുല വരുമ്പോഴത്തേക്ക് D into C3 plus capital D by Q3 star into CO plus Q3 star by Q into I into C3 എന്നാണ് ഫോർമുല വരുന്നത്. ഓക്കെ, I into C3 എന്ന് പറഞ്ഞാണ് ഫോർമുല വരുന്നത്. ഇതിൽ നിങ്ങൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്യാപിറ്റൽ D സെയിം തന്നെയാണ് 1,20,000 into C3 എന്ന് പറയുന്നത് എത്രയായിരുന്നു C3 എത്രയാണ്. മൂന്നാമത്തെ കേസിൽ അവർ നമുക്ക് ഓരോ യൂണിറ്റും തരാമെന്ന് പറഞ്ഞ പൈസ അത് എത്രയാണ് 2.92 പ്ലസ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എത്രയാണ് 1,20,000 divided by Q3 star നമ്മൾ എത്ര എടുക്കണം Q3 സ്റ്റാർ. ആ കേസിൽ നമ്മൾ Q3 സ്റ്റാർ എന്ന് പറയുന്നത് എത്രയാണ് എടുക്കാനുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടിയായിരുന്നു
6410 എന്ന് പറഞ്ഞ് കിട്ടി. 10,000 കിടപ്പുണ്ട്. നിങ്ങൾ ഏതാ എടുക്കാൻ പോകുന്നത്? നിങ്ങൾ 10,000 എടുക്കാവൂ. കാര്യം എന്താ? 6310 വെച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ എത്രയായിരുന്നു? Q3 എന്ന് പറഞ്ഞ് 6410 6410. ഈ പറഞ്ഞ 6410 വെച്ച് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസ് അവർ തരുമോ? 2.92 വെച്ച് തരുമോ? ഇല്ല. അപ്പൊ എത്ര വെച്ച് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ? 10,000 വെച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ വരുന്ന Q3 സ്റ്റാർ എന്ന് പറയുന്നത് 10,000 ആണ്. മനസ്സിലായല്ലോ? അത് എപ്പോഴും ഓർത്തിരിക്കാനുള്ള കാര്യമാണ്. ഓക്കെ, 10,000 ഇൻറ്റു CO എന്ന് പറയുന്നത് 100 പ്ലസ് എത്രയാണ്? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ എത്രയാണ്? 10,000 by 2 into 0.2 into C3 എന്ന് പറയുന്നത് 2.92. ഓക്കെ, ആ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 354,520 എന്ന് പറഞ്ഞു. 354,520 റുപ്പീസ് എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ രണ്ട് കേസ് നിങ്ങൾ ഈ പറഞ്ഞ നമ്മള് 5,000 തൊട്ട് 9,999 വരെ എന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾ ലോഡ് സൈസ് കണ്ടുപിടിച്ചായിരുന്നു. ഒപ്റ്റിമം ലോഡ് സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയായിരുന്നു? ഈ പറഞ്ഞ 6367. ആ 6367 വെച്ച് നിങ്ങൾ ഒരു വർഷത്തേക്കാണ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് ആണ് ഈ പറഞ്ഞ TC2 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കേസ് നമ്മൾ നോക്കി TC3. അതിലെങ്ങനെയാണ്? 10,000 മുകളിലാണെങ്കിൽ അവർ ഡിസ്കൗണ്ട് തരത്തുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് Q3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വാല്യൂ കിട്ടിയ വാല്യൂ 6410 ആണ് കിട്ടിയത്. പക്ഷേ നമുക്കറിയാം 10,000 മുകളിൽ വെച്ച് ഓർഡർ ചെയ്താലേ നമുക്ക് എത്ര റേറ്റ് തരത്തുള്ളൂ? 2.92 തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു 10,000 മുകളിൽ വെച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്നു. 10,000 മുകളിൽ വെച്ച് ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതാണ് 354,520 റുപ്പീസ് എന്നുള്ളത്. സോ രണ്ട് കേസിൽ ആദ്യത്തെ കേസ് നമ്മൾ അപ്പോഴേ കളഞ്ഞായിരുന്നു. കാര്യം എന്തോ? ആദ്യത്തെ കേസ് നമ്മൾ അപ്പോഴേ ഇട്ട് കളഞ്ഞു. കാര്യം എന്താ? 5,000 താഴെയല്ല ലോഡ് സൈസ് വന്നത്, അത് ഈ കൂടുതൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അപ്പോഴേ നെഗ്ലക്ട് ചെയ്തു. ഓക്കെ, ഇനി രണ്ട് കേസ് ഉണ്ടായിരുന്നു. രണ്ട് കേസിലെയും നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് എന്നുള്ള കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഏത് കേസിനാ? മൂന്നാമത്തെ കേസിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ വന്നത് മൂന്നാമത്തെ കേസിലെ വാല്യൂ നോക്ക്. 358 354. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതാ മൂന്നാമത്തെ കേസ്? സോ മൂന്നാമത്തെ കേസ് അനുസരിച്ച് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലേ? സോ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 354,520 ആണ്. സോ ഈ പറഞ്ഞ 354,520 എന്നുള്ളത് ബേസ് ചെയ്ത് നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനായ എന്തായിരുന്നു? 10,000 ലോഡ് സൈസ് 10,000 മുകളിൽ 2.92 എന്നുള്ളത് വെച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്തിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കി കമ്പയർ ചെയ്തപ്പോൾ ഇതിനേക്കാളും കുറവാണ് ഈ മൂന്നാമത്തെ കേസിൽ ഓർഡർ ചെയ്താലെന്നുള്ള മനസ്സിലായി. സോ നമ്മൾ എന്താ തീരുമാനിച്ചത്? മൂന്നാമത്തെ കേസ് അനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. സോ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ മൂന്ന് കേസിൻ്റെയും നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കും എങ്ങനെയാണ് ഈ പറഞ്ഞ അവർ പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി ലോഡ് സൈസിന്റെ അകത്താണോ അതിന്റെ മുകളിലേക്കാണോ എന്നുള്ളത് നോക്കും. അതിന്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്പോഴേ ക്യാൻസൽ ചെയ്യും. ഫസ്റ്റ് കേസ് അങ്ങനെയാണ്, അത് റിജക്റ്റ് ആയിപ്പോയത്. രണ്ടാമത്തെ കേസ് നോക്കി, രണ്ടാമത്തെ കേസ് അതിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ കേസ് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി 6
പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യണം എന്താണ് അവർ എത്ര യൂണിറ്റിന്റെ പുറത്തേക്കാണെങ്കിലാണ് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് തരുന്നതെന്നുള്ളത് നമ്മൾ നോക്കി. അത് 10,000 ആണ്. 10,000 വെച്ച് ഓർഡർ ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ടോട്ടൽ കോസ്റ്റ് അവർ ഡിസ്കൗണ്ട് തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 10,000 വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി 10,000 വെച്ച് ഓർഡർ ചെയ്യുന്നതാണ് കമ്പനിക്ക് ലാഭം എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു? 10,000 വെച്ചൊക്കെ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, സോ ഇതാണ് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് മോഡലിന്റെ ഒന്നാമത്തെ ഒരു കേസ് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇത്രയും സ്റ്റെപ്സ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ.